എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. ഓവനിൽ വെച്ചിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതി, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് തനിയെ തന്നെ മെൽറ്റായി വന്നോളും. ഇത് ഉരുകി വരാൻ തുടങ്ങുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും അതിലേക്ക് ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഒഴിക്കാൻ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഒരു പകുതി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡിയാക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. ബാക്കിയുള്ള ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഏതെങ്കിലും ഒരു സ്ക്വാഷ് അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്ക്വാഷിന് പകരമായിട്ട് ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. കറുത്ത മുന്തിരിയുടെ ജ്യൂസോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഓറഞ്ച് ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ അതിൽ കുരു പെടാതെ നോക്കണം. കുരു ചേർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കയ്പുണ്ടാവും. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ നട്ട്സും കിസ്മിസുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കിതിലേക്ക് വീണ്ടും ചെറി കട്ട് ചെയ്തതും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിനകത്ത് അതൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ജ്യൂസൊക്കെ വറ്റി ഇതൊന്ന് ടൈറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇത് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരാനായിട്ട് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ്സും നട്ട്സും ഒക്കെ ഒന്ന് വേർപെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്തത്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നനവൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ 2 ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ടാണ് ചേർത്തത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചില്ലേ ആ ഒരു കാരമൽ സിറപ്പ്, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു നട്ട്സിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാറിയിരിക്കണം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം ഇളക്കി മറിക്കാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. മിക്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തീരെ ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ടൈറ്റ് തോന്നുന്നില്ലെങ്കിൽ പാല് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതുപോലൊരു കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കേക്ക് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിന് മുകളിലും അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കേക്ക് ടിന്നും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഓവൻ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു കേക്ക് ടിന്നിലേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
കേക്ക് ടിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ബബിൾസ് ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അടുത്തിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് 170 ഡിഗ്രിയിൽ മുകളിലെയും താഴെയും കോയിൽ ചൂടാവുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു 60 മിനിറ്റാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 30 മിനിറ്റ് ബാക്കി കിടക്കെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓവൻ അനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 40-50 മിനിറ്റ് വേണം ടൈം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. മിനിമം ഒരു 40-45 മിനിറ്റ് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്ക്യൂർ ക്ലിയർ ആയിട്ട് വരുന്നില്ലെങ്കിൽ കേക്ക് വെന്തിട്ടില്ല. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കൂടെ വീണ്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കേക്ക് ടിന്നിൽ നിന്ന് ഇത് വേർപെട്ട് കിട്ടും. പിറ്റേ ദിവസത്തേക്ക് കുറേ കൂടി ഈ ഒരു പ്ലം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ശരിക്കും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള പ്ലം കേക്കാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.